ലിവർപൂളിൻ്റെ ഈ ഒരു സീസണിലെ ട്രാൻസ്ഫേഴ്സ് അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാവുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവരുടെ ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള ലൂയിസ് ഡയസ് ബയൺ മ്യൂണിക്കിലോട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നല്ലൊരു എമൗണ്ടിൽ തന്നെ ബയൺ മ്യൂണിക്ക് ലൂയിസ് ഡയസിനെ ലിവർപൂളിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റീസണായിട്ട് അവർക്ക് ലെഫ്റ്റ് വിങ്ങിൽ അലക്സാണ്ടർ ഇസാക്കിൻ്റെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീൽ അവർ ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന് സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട്. 150 മില്യൺ പൗണ്ടിനൊക്കെയാണ് അവർ നോക്കുന്നത് അലക്സാണ്ടർ ഇസാക്കിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇപ്പോൾ അവർ ഫ്ലോറിയാൻ വിഡ്ജിനെ ഈ ഒരു സീസണിലെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീക്ക് 150 മില്യൺ യൂറോക്ക് അവർ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹ്യൂഗോ എക്കിത്തിക്കായാലും ഫ്രാങ്ക്ഫോർട്ടിൽ നിന്നും ഹ്യൂഗോ എക്കിത്തിക്കേനെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് നല്ലൊരു എമൗണ്ടിൽ. ഫ്രെംപോങ് ആയാലും കെർക്കസ് ആയാലും നല്ല പോലെ എമൗണ്ട് ട്രാൻസ്ഫർ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർ നല്ല പോലെ കാശ് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു ലിവർപൂളിൻ്റെ ട്രാൻസ്ഫേഴ്സ് അടുത്ത സീസണിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് ആ ഒരു ലിവർപൂൾ ടീമിൽ കാണാൻ കഴിയുമോ? കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലിവർപൂളാണ്, അതൊക്കെ നമുക്കറിയാം. സോ നമുക്ക് നോക്കാം, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി അവരൊരു മാച്ച് കഴിഞ്ഞു, AC മിലാനിൻ്റെ ഒരു ക്ലബ് ഫ്രണ്ട്ലി മാച്ച് കഴിഞ്ഞു. അതിൽ 4-2 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടതാണ്. പക്ഷേ എന്നാലും നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് ലിവർപൂളിൻ്റെ അടുത്ത സീസണിലെ സ്കോഡ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.